സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തുടങ്ങാം. സൂപ്പർ ഓർക്കസ്ട്ര. ഇവിടെ മാത്രം ക്രിയേറ്റിവിറ്റി പറ്റില്ല, ഇവിടെ നിന്ന് നമുക്ക് ഇനി ക്രിയേറ്റിവിറ്റികൾ കൊണ്ടുവരണം, അല്ലേ ശരത് സാർ? തീർച്ചയായിട്ടും ആവാം അല്ലേ? കാരണം നമ്മളൊക്കെ ഒരു ക്രിയേറ്റീവ് വേൾഡിലാണ്. ആരുടെ ക്രിയേറ്റിവിറ്റി? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആവോ? തീർച്ചയായിട്ടും ആവൂടാ. ജഡ്ജസിനെ വെൽക്കം ചെയ്യട്ടെ ഞാൻ. നല്ലൊരു കാര്യമായിരിക്കും. ഷാനിക്ക, ശരത് സാർ, ഞാൻ വിളിക്കാം. വിജയ് ചേട്ടാ, വിജയ് ചേട്ടാ, മാരിയിലെ ഒരു വില്ലൻ ലുക്ക് ഒക്കെ ഇപ്പൊ ചെറുതായിട്ട് ഈ ഒരു ഡ്രസ്സിലൊക്കെ വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. മനുഷ്യൻ എന്തായിരുന്നു? അതാ തീ. അതെ. യെസ്, പറയൂ. ആ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യും. ഭയങ്കര ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ധനുഷ് നമ്മൾ ഇത്രയും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ലൈക്ക് ഒരു സ്റ്റാറാണ്. അവൻ ജസ്റ്റ് ഒരു സ്റ്റാർ അല്ല, ലൈക്ക് ഈസ് എൻ അമേസിങ് ആക്ടർ. സോ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീൻസ് ഒക്കെ കുറച്ച് നെർവ് റാക്കിംഗ് ആയിരുന്നു. പിന്നെ ഇവർ ഫ്രണ്ട്സും ആണ്. അത് പക്ഷെ അവിടെ അവിടെ അതൊരു മാറ്റർ അല്ല. പക്ഷെ പുള്ളി അത് പറഞ്ഞു തരുന്ന ചില സീൻ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഇത് ചെയ്യേണ്ട, ജസ്റ്റ് ലുക്ക് ചെയ്ത് ഡയലോഗ് മാത്രം പറഞ്ഞാൽ അപ്പം ചില കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ചിലപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ചിലപ്പോൾ തോന്നും. ഇപ്പം നമ്മളായിട്ട് ഇങ്ങനെ കുറേ ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ഇപ്പോൾ റെക്കോർഡിങ്ങിൽ തന്നെ ഒരു ലൈൻ നമ്മൾ പാടി ചിലപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെയും നമ്മളായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഡ്രിൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഷേക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ ചില മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ മൊത്തത്തിൽ ദേ മെയ്ഡ് മീ ഫീൽ റിയലി കംഫർട്ടബിൾ. ആ ഒരു അല്ലാത്ത സീൻസിലൊക്കെ ഡയറക്ടർ എന്നെ ഓൾമോസ്റ്റ് ജസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീൻസ് ഒരു 4-5 സീൻസ് ഉണ്ട് അങ്ങനെ. പിന്നെ ഒരു ടുവേർഡ്സ് ചെയ്യാൻ ക്ലൈമാക്സ് ആ ഫൈറ്റ് സീനൊക്കെ വന്നപ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയി. സെറ്റിൽ വരുമ്പോ ക്യാരക്ടർ പിടിച്ചിരിക്കുവായിരുന്നു. സെറ്റില് ക്യാരക്ടർ അല്ല, വീട്ടിൽ പോകുമ്പോഴായിരുന്നു ക്യാരക്ടർ. ഒരു ഫസ്റ്റ് ഹാഫ് ആരും അറിയില്ല ഞാനൊരു ഇങ്ങനെ ഈവിൾ അല്ലെങ്കിൽ വില്ലൻ ആണെന്നുള്ളതിന് ആരും അറിയില്ല. പക്ഷെ അതിൽ മൊത്തത്തിലുള്ള ഒരു മുരടത്തനം എന്നാണ് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പിടിച്ചു പോകും. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് തന്നെ അങ്ങനെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ അതിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ചിലപ്പോൾ ആയി പോകുന്നതാണത്. അപ്പൊ സിനിമാ വിശേഷങ്ങൾ കഴിഞ്ഞു, നമുക്ക് പാട്ടിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ ദേവുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദേവിക. കളമുണ്ടോ, ആമ്പൽ കുളമുണ്ടോ, തിരുതാളിക്ക
ദേവു എന്തോ രസണ്ടായിരുന്നു. താങ്ക് യു. ചോദിച്ചോക്കാം. ആ. ശരത് സാർ മോളെ എന്തോ മനോഹരായിട്ട് പാടി. താങ്ക് യു സാർ. നമുക്ക് ആ പാടുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പിഞ്ച് പൈതൽ അവിടെ നിന്ന് പാടുന്നു, അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. താങ്ക് യു സാർ. മക്കളെ, എനിക്ക് ആകെ തോന്നിയത് ഈ അനുപല്ലവിയുടെ നീ കണ്ടോ ഇല്ലേ, അത് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കണ്ടോ, ഞാൻ ശ്രുതി തരാതെ കണ്ടോ, നീ കണ്ടോ ഇവൻ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. മക്കൾ അതൊന്ന് പാടി ശരിയാക്കാം. ഷിനു, എടുക്കടാ നിന്റെ ആയുധം. തൊണ്ടു പല്ലവിയാണോ? അല്ല, അനുപല്ലവിയാണ് ഞാൻ പറഞ്ഞത്. കാടേറിപ്പോരും കിളി പൂകൈത കടവിലൊരാളെ കണ്ടോ, നീ കണ്ടോ? കാടേറിപ്പോരും കിളി പൂകൈത കടവിലൊരാളെ കണ്ടോ, നീ കണ്ടോ? താമ്പാളത്തിൽ കിളിവാലൻ വെറ്റിലയോടെ മതി മോളെ, മതി. ഈ ആ മുമ്പിലത്തെ പോർഷൻ ആയിരുന്നു കേട്ടോ, അത് ഒന്നും കൂടെ പക്ക ആക്കിയിട്ട് അങ്ങോട്ട് ചേരണം കേട്ടോ. പക്ഷെ എനിക്ക് കുറെ ഇഷ്ടമായി കുഞ്ഞ് പാടിയത് കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക ദേവു എന്തോ എന്തോ പശു ഇത്. അതെപ്പോഴും അങ്ങനെ വിളിക്കാം. ദേവൂട്ടി എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഞങ്ങളിങ്ങനെ ദേവൂട്ടിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഗോൾഡൻ ബസർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു, ആ ദേവു എവിടെ പോയി മൊത്തം സോങ് സെലക്ഷൻ പ്രശ്നം അത് ഇത്. പക്ഷെ ഈ തവണ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ മോളെ ബാങ് ഓൺ, അടിപൊളി. താങ്ക് യു സാർ. കറക്റ്റ് സോങ്, നല്ല ഒരു സോങ് എടുത്തിട്ട് വന്നു മോള്, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഈ പറഞ്ഞ കണ്ടോടെ ആ ഒരു പ്ലാൻ, അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് മാത്രം. ബാക്കി എന്തായാലും നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. വിജയ് ചേട്ടാ. ദേവിക എന്തോ വളരെ വളരെ ക്യൂട്ട് ഒരു വോയിസും അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സോങ് വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സാർ. ഇതിൽ ഭയങ്കര വലിയ ഡൈനാമിക്സ് ആയിട്ടുള്ള സംഭവം നല്ല, പക്ഷേ അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആ മെലഡി നമ്മളത് കറക്റ്റായിട്ട് നീറ്റായിട്ട് പാടുക. ഈ പറഞ്ഞ പോലെ ശ്രുതി നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല ഈ സോങ്ങിൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി. സോ അത് നന്നായിട്ട് പാടി കേട്ടോ ദീപിക. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡേഞ്ചർ സോണിൽ ഇനി വരാണ്ടിരിക്കട്ടെ. താങ്ക് യു വിജയ് ചേട്ടാ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. അയ്യോ മോളെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ആരാ പാടിയത്? ഇത് പാടിയത് സുജാത ചേച്ചിയും വേണുഗോപാൽ സാറും. വേണുചേട്ടൻ, എനിക്ക് ഈ സുജാത ചേച്ചിയെ പോലും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പം കേട്ടതായിട്ട് ഓർക്കുന്നില്ല. വേണുചേട്ടൻ്റെ ശബ്ദമാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കേട്ടോ. നമ്മുടെ എന്താ പറയണ്ടേ, ശരത്തങ്ങളിന് കുറേ പാട്ട് പാടിയിട്ടുണ്ട്. മായാമഞ്ചലിലൊക്കെ വേണമെങ്കിൽ ശരത്തങ്ങളിന് വേണ്ടി പാടിയ ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണ്. അപ്പം അത് കുറേ സന്തോഷം വേണുചേട്ടൻ്റെ പാട്ട് പാടിയതിൽ കേട്ടോ. താങ്ക് യു സാർ. മോളെ 8.5 മാർക്ക്. താങ്ക് യു. താങ്ക് യു ശരത് സാർ. ഷാനിക. 8 എന്ന് പറയുന്നത് കുറഞ്ഞും പോവും, 9 എന്ന് പറയുന്നത് കൂടിയും പോവും. അതെ, എന്നാ പിന്നെ 8.75. അത് ആക്ച്വലി ഒരു പോയിന്റ് ആണ്. പെട്ടു ഷാനിക്ക് പെട്ടു. പക്ഷെ പറ്റിച്ചു, പക്ഷേ പറ്റിച്ചു. 8.5. താങ്ക് യു സാർ. 17 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വിജയിച്ചാന്റെ മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഞാൻ അടുത്തതും ഇതുപോലെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ ബെസ്റ്റ്. അടുത്തതായി ഒരു സെലിബ്രേഷൻ റൗണ്ടിലേക്ക് പോകാൻ പോകണം. യെസ്, ഒരു ഹിന്ദി സോങ് കേട്ടാലോ? ഡാൻസ് ഒക്കെ കളിച്ച്. Come on. അനുഷ്ക വിളിക്കട്ടെ? പിന്നെ. ലെറ്റ്സ് വെൽക്കം അനുഷ്ക. La la
झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना, आ तुझे झूम लूं मैं, अरे ना रे बाबा ना, मैं चली बनके हवा, रब्बा मेरे मैनू बचा, जरा सा झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना, आ तुझे झूम लूं मैं, अरे ना रे बाबा ना, मैं चली बनके हवा, रब्बा मेरे मैनू बचा। मौसम ये बेईमान, मस्ती का ये ज़मान, लोगों समीपे गिरने लगा आसमान, ठुमक ठुमक के छू लूंगी मैं, उड़ के गगन को छू लूंगी मैं, चली बनके हवा, रब्बा मेरे मैनू बचा, जरा सा झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना, आ तुझे झूम लूं मैं, अरे ना रे बाबा ना। ठंडी ठंडी पवन, जलता है ये बदन, जी चाहता है बना लो तुझको अपना सजन, हुआ नहीं मैं पहले कभी, मेरी जान बदल गई अभी अभी, मैं चली बनके हवा, रब्बा मेरे मैनू बचा, जरा सा झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना, आ तुझे झूम लूं मैं, अरे ना रे बाबा ना। जाती है तू कहाँ, जाने मन जाने जा, लड़की है तू खूबसूरत, लड़का मैनू जवान, तुझे गले लगा लूँ, पलकों में बिठा लूँ, हो गया मुझे नशा, रब्बा मेरे मैनू बचा, जरा सा झूम लूं मैं, अरे ना रे ना रे ना, जरा सा घूम लूं मैं, अरे ना रे ना रे ना, आ तुझे झूम लूं मैं, अरे ना रे बाबा ना, हो गया मुझे नशा, रब्बा मेरे मैनू बचा, रू रू रू
सा झूम लूं मैं अरे नारे नारे അനുഷ്ക എന്താ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ നിന്ന് പാടാൻ. ഈ ഡ്രസ്സും അമ്മയാണോ തയ്ച്ചേ? അല്ല അല്ല, ഷാനിക്ക അമ്മ തയ്ക്കാത്ത ഒരു ഡ്രസ് ഇട്ടിട്ട് അനുഷ്ക ദാ ഫ്ലോറിൽ വന്നിരിക്കുന്നു. Yes. അപ്പൊ ഇതെവിടുന്നാ? ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് തന്നതാ. അപ്പൊ എന്തായാലും ചോദിക്കാം, വിജയ് ചേട്ടാ. അനുഷ്ക യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ. സോ അമ്മയുടെ ഫ്രണ്ടിന്റെ അടുത്തൊരു വലിയ താങ്ക്സ് പറയാം അല്ലേ. അതെ, ബൂട്ട്സും ഒക്കെ. സോങ് കുറച്ച് പഴയ ഒരു കാലത്തെ ഒരു സോങ് ആണെങ്കിലും സ്റ്റിൽ ഒരു സ്റ്റൈലിഷ് ഒരു സോങ് ആയിരുന്നു. സോ ഐ തിങ്ക് വെരി ആപ്റ്റ് കോസ്റ്റ്യൂം. ആൻഡ് അനുഷ്ക നന്നായിട്ട് പാടിയത്. താങ്ക് യു യു സർ. ലൈക്ക് ഹിന്ദി സോങ്സ് യെസ് കൂടുതൽ? സീംസ് ലൈക്ക് വെരി കംഫർട്ടബിൾ വിത്ത് ഹിന്ദി ആൻഡ് ഹിന്ദി സോങ്സ് പൊതുവെ ഇഷ്ടമാണെന്ന് മനസ്സിലായി പാടിയപ്പോൾ തന്നെ. ആ ഒരു കാലത്തുള്ള ഈ സോങ്സ് ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ പ്രായത്തിലുള്ളവർ കേൾക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് യു ഏബിൾ ടു പെർഫോം ഇറ്റ് സോ വെൽ. സോ ഇറ്റ് വാസ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു All the സർ. best. താങ്ക് യു വിജയ് ചേട്ടാ. ശരത് സർ. ഹായ് മോളെ, ഹായ് സാർ. നല്ല വേഷം. അല്ല മോള് ഡാൻസ് ചെയ്യോ? എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ടൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഇടും. ട്രൈ ചെയ്യണോ? We can try. അവിടെ ഒരു അങ്ങനെ സ്റ്റെപ്പ് തോന്നുന്നു. ഇട്ടിരുന്നു ആ സമയം. ശരത് സർ മറ്റേ ലിറിക്സ് നോക്കാം, ആ, നമുക്ക് നോക്കാം. യെസ്, ഒരു പാട്ട്. കളിച്ചോ? ഇനി പതുക്കെ മൈക്ക് വെച്ചിട്ട് പാടാൻ തുടങ്ങിയ रब्बा मेरे ഡാൻസ് ഡാൻസ് मैनू बचा ലിറിക്സിനനുസരിച്ച് ഡാൻസ്. जरा सा झूम लूं मैं अरे नारे नारे ना. जरा सा घूम लूं मैं अरे नारे नारे ना. तुझे झूम लूं मैं अरे नारे बाबा ना. मैं चली बनके हवा रब्बा मेरे मैनू बचा. മതി മതി മോള് നല്ല ഗ്രേസ് ഉണ്ട് മോള് ചെയ്യുന്ന കാണാൻ കേട്ടോ. ചമ്മല വേണ്ട, ചുമ്മാ ചെയ്യണം. നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ ചെയ്തില്ല പിന്നെ ഇപ്പൊ ചെയ്യാനാ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അപ്പൊ എനിക്ക് ഈ സറാസ ജൂമു ലൂമ കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? जरा सा घूम लूं ആ ലൂമ അത് കഴിഞ്ഞിട്ട് तुझे झूम लूं मैं. അയ്യേ വച്ചേ അതങ്ങോട്ട് പറഞ്ഞേ. ആദ്യം തൊട്ട് ലിറിക്ക് പറയൂ. जरा सा झूम लूं मैं ജൂമു ലൂമേ. अरे नारे नारे ना. ഉം. जरा सा घूम लूं मैं. जरा सा घूम लूं मैं. ജറാസ അല്ല, ജറാസ. जरा सा ഉം. जरा सा घूम लूं मैं अरे नारे नारे ना. ആ സെക്കൻഡ് അതൊന്ന് പാടാമോ? जरा सा झूम लूं मैं अरे नारे नारे ना. जरा सा घूम लूं मैं अरे नारे नारे ना. ആ മോളെ അത് നീ ആ താ എന്നുള്ള നോട്ട് പെർഫെക്റ്റ് ആയിരിക്കണോടാ. അത് വന്ന് വീണ ആദ്യമൊക്കെ കുഴപ്പമായിരുന്നു അത് കേട്ടോ. അതുപോലെ ലാസ്റ്റ് ചരണത്തിന്റെ ഫസ്റ്റ് ഹാഫ് മോക്ക് ശ്രുതി കുറച്ച് ആടി ഉലഞ്ഞിരുന്നു. മക്കൾക്ക് അത് ഫീൽ ചെയ്തോ? आ फील എന്നാ നമുക്കതൊന്ന് നേരെ പോയി പാടിയാലോ? जाती है तू कहा जाने मन जाने जा. लड़की है तू खूबसूरत लड़का मैनू जवान. ആ നമ്മളെ ഇപ്പോഴും ഒന്ന് ഷാറ്റേഡ് ആണ് ശ്രുതിയുടെ കാര്യത്തിൽ. നമ്മൾ ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് പാടാമോ? जाती है तू कहा जाने मन जाने जा. लड़की है तू खूबसूरत लड़का मैनू जवान. ഓക്കെ, ഇപ്പൊ ഒരു മനസമാധാനം ഉണ്ട് കേട്ടോ. അപ്പൊ മോളെ ഇതൊക്കെ ഉള്ളു, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പൊ ഒരു മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. Thank you, ഓടി sir. ഡാൻസേഴ്സ് ഒക്കെ പുറകെ കിടന്ന് കാണിച്ചൊക്കെ കണ്ടോ? ഇല്ല. ആ ആണുങ്ങളൊക്കെ നിലത്ത് കിടന്ന് ഉരുളുകാരും. അതെ, കാരണം ഇപ്പൊ ഫ്ലോർ നല്ല ക്ലീൻ ആയില്ലേ? ഏതാണ്ട്. മക്കളെ എന്തൊക്കെയായാലും നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അമ്മ തയ്ക്കൂ. ഇപ്പൊ ഷാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാം ഇവിടെ വന്ന് പാടുന്ന എല്ലാ കോസ്റ്റ്യൂമും അമ്മ തയ്ച്ച് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അനുഷ്കയുടെ മാത്രല്ല ആ ഈ ലോകത്തുള്ള എല്ലാവരുടെയും.
മോളെ ഞങ്ങളുടെയൊക്കെ സൈസ് തരാം കേട്ടോ. മെഷർമെന്റ്സ് തരാന്ന്. നമുക്ക് ഓരോ ഉടുപ്പൊക്കെ തയ്ച്ചു തരാൻ പറ. പിന്നെ ഇതുപോലത്തെ പിന്നെ ഉറപ്പായിട്ടും ഇതുപോലത്തെ ആണോ? ഇതുപോലത്തെ വേണ്ട, അല്ല ഇതുപോലത്തെ ആണോ? ഇത് അല്ലെങ്കിൽ അതുപോലത്തെ ആണെങ്കിൽ കുറച്ച് പാടുപെടും. എന്തൊക്കെയാലും മോളെ അത്ര ഉള്ളടാ. അതൊക്കെയാലും ഒരു രസമായിരുന്നു മോളുടെ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക അനുഷ്ക എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. എടുത്ത് പറയേണ്ടത് ആ സെക്കൻഡ് ചരണത്തിലെ ജാതി ഹേ തു. ജാന്നേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ജാതി അത്ര മോൾ പെട്ടെന്ന് എന്തോ ഒരു പവർ കൊടുത്തിട്ട് ജ വരുന്ന പോലെ ഉണ്ട്. അത് ജസ്റ്റ് ജ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ലടുക്കാമേ ലടുക്കാമേനു ജവാൻ. നോജവാൻ കേട്ടോ. അതിനൊരു നോ ഉള്ളൊരു ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അബദ്ധം കാണിച്ചിട്ട് അവിടെയുള്ള ആളുകൾ ചിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ചിരിച്ചു വിടുന്നത്, ചിരിച്ച് കണ്ടീഷൻ ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പ്രൊനൗൺസിയേഷൻ ഡിക്ഷൻ ഒക്കെ നല്ലതായിരുന്നു. എനിക്കത് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സാർ. എനിക്കിതാണ് ആ അനുപല്ലവിയിലെ സെക്കൻഡ് ചരണത്തിലെ ഇപ്പം പാടിപ്പിച്ച ആ ഒരു പോർഷൻ അതിങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ എനിക്കും തോന്നി കുറച്ചുകൂടെ ആക്ടിവിറ്റി. ഇനിയിപ്പോൾ ആ ഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കീറിപ്പോവോ? മോളെ കംഫർട്ടബിൾ ആണോ ഡ്രസ്സ്? ആണോ? കാരണം ഇങ്ങനെ ഒരു സാധനം തയ്പ്പിച്ചിട്ട് അതിനകത്തോട്ട് അനുഷ്ക ഫിറ്റ് ചെയ്തതുപോലെ ഉണ്ട്. മക്കളൊരു PVC പൈപ്പിനകത്ത് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അതാ ചോദിച്ചത്. അതെ മോളെ ഓക്കെ ആണോ? കാലും കൈയൊക്കെ അനക്കാമോ? കാലിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കൂ. ഫാന്റാസ്റ്റിക്. മതി മക്കളെ, അധികം വേണ്ട. അമേസിങ്. അപ്പം എനിക്ക് അതാണ് കാരണം പുറകിൽ എന്താന്ന് പറയാ, പുറകിൽ ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു. വൻ ആക്ടിവിറ്റീസ് ആയിരുന്നു പുറകിൽ. അപ്പം ഇതാണെങ്കിൽ കുറച്ചൊരു ആക്റ്റീവായിട്ട് പാടേണ്ട ഒരു പാട്ട് കൂടിയാണ്. അപ്പം മോള് മാത്രം ഇങ്ങനെ നിന്ന് വലിയ ആക്ഷനൊന്നും ഇല്ലാതെ പാടുന്നത് കാണുമ്പോൾ ഒരിത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. അനുഷ്ക മാത്സ് ചോദിക്കാം. ശരത് സാർ. മോക്ക് ഞാനൊരു 8 മാർക്ക് തരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ഷാനിക്ക. മോള് ഒരുവിധം ഈ പറഞ്ഞ പോലെ ഡിക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തത് കൊണ്ട് ഞാനൊരു 8.5 തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. കൺസിസ്റ്റന്റ് ആണല്ലോ ഷാൻ. ഏറെക്കുറെ. വിജയ് ചേട്ടാ 8. ഓക്കെ വിജയുടെ മാർക്കിലാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ ടോട്ടൽ 16.5 മാർക്സ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാനിക്ക നമുക്ക് വേറെ വല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വന്നോ? അയ്യോ ഇല്ല ഇല്ല ഇല്ല. ഭയങ്കര വൈറലല്ലേ ഭയങ്കരായിട്ട്. എനിക്ക് വിജയ വേറെ ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ആള് തന്നെയാണല്ലോ. ഞാൻ ചെന്നൈയിലാണെന്ന് പറഞ്ഞത്. സൂപ്പറായിട്ടാ ചെയ്ത ഷാൻ. പിന്നല്ലാണ്ട് ഷാനിക്ക് ടെൻഷൻ ഉണ്ടായി ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ. എനിക്ക് സംശയമായിരുന്നു എനിക്ക് ഇത് പറ്റുമോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. കാരണം ആ ഒരു പർട്ടിക്കുലർ സീൻ ഉള്ളത് കൊണ്ട്. പക്ഷെ വിനീത് എന്നെ കൺവിൻസ് ചെയ്തു. അളിയാ നമ്മള് അവനെപ്പോഴും ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അവൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, എസ്തെറ്റിക്. അവൻ എന്നോട് പറഞ്ഞു, അളി ഇത് നീ വിചാരിക്കുന്ന പോലല്ല, ഇത് നമ്മൾ എസ്തെറ്റിക്കലി ആണ് ഷൂട്ട് ചെയ്യാൻ പോണേ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം വീട്ടിലൊരുത്തി ഉണ്ടല്ലോ, അവളോട് വിനീത് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അവളാകെ ഓക്കെ യു ഡു ഇറ്റ്, ഇറ്റ്സ് ഫൈൻ. ഇത് വിനീത അവളോട് കഥ പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ യു ഡു ഇറ്റ് എന്ന് രാത്രി പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഞാനിതൊന്നും കാണാത്ത പോലെ ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ അവള് അറിയോ ഓക്കെ, ഞാൻ പറഞ്ഞു ഐ ആം ഓക്കെ. അപ്പൊ ഞാൻ എന്ത് അപ്പൊ അവള് പറഞ്ഞു അത് വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഞാൻ വിനീതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാളിയാ ഞാൻ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സൈറക്ക് പിന്നെ ചെറിയൊരു എതിർപ്പുണ്ട്, നീ വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ ചിലപ്പോ കാര്യം നടക്കുന്നു. അങ്ങനെ അവളെ വിളിച്ചിട്ട് ഇതേ വാക്ക് ഉപയോഗിച്ചു. സായ് വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ഇത് എസ്തെറ്റിക്കലി ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണേ. ഇവൾക്ക് ഇതെന്താ പറയുന്നത് മനസ്സിലാവാത്തോണ്ട് ഇവള് പറഞ്ഞു എന്നാ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് സമയത്ത് ബാക്കിയുള്ള ഷോട്ട്സ് ഒക്കെ എടുത്തു. എനിക്ക് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായുള്ളൂ. മീൻസ് ആ ലേറ്റർ മറ്റേ ഒരു പ്രായമായിട്ട് വരുന്ന ആ ഒരു സീൻ ഒരു ദിവസം,
മറ്റേ സ്റ്റാർ ആയിട്ടുള്ളത് ഫുൾ വൺ ഡേ. ഓക്കെ. ആ കാറിൽ വരുന്നതും ആ ഡാൻസ് ചെയ്യുന്നതും ആ റൂമിലെ സീൻസ്. റൂമിലെ സീൻസ് ഒക്കെ. അപ്പൊ അവള് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ, നീത്ത. ഓക്കെ. എന്റെ ഓപ്പോസിറ്റ് എന്നത് അവളാണ് ഈ കുങ്ഫു. നീത ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു, നീത്ത ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അറിയാതെ പോലും കാൽമുട്ടും മേലെ പൊക്കരുത്, ഈ മറ്റേ ഇതുണ്ടല്ലോ റിഫ്ലെക്സ് ഉണ്ടല്ലോ അങ്ങനെ ഒന്നും. അപ്പൊ അവള് പറഞ്ഞു ചിൽ മാൻ യു നോ ഡോണ്ട് വറി, അങ്ങനെ ഇങ്ങനെ അവൾ ആ മൂടാ. അങ്ങനെ ഞാൻ ഈ ഡയലോഗൊക്കെ പറഞ്ഞ് ഞാൻ ഇവളുടെ നേരെ മുമ്പിലെത്തി. എന്നിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, അതിന് നമുക്കൊരു എക്സ്ട്രാ ധൈര്യം വേണം. ഞാൻ പിടിച്ചു. അപ്പൊ തന്നെ വിനീത് അവിടെ കട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നേരെ ശരിക്കും പിടിച്ചല്ലോടാ. വിനീത് നേരെ വന്നിട്ട് ഇനി എന്തേ കാണിക്കണേ? അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾക്ക് നിൽക്കാലോ. സ്പേസ് പാടില്ല. ഞാൻ പറഞ്ഞു നീത്ത ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, റെഡി ആയി നിന്നു. അപ്പൊ അവൾ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഡു ഇറ്റ്. അങ്ങനെ ഇവൻ ആക്ഷൻ പറഞ്ഞു, ഞാൻ അതങ്ങ് എൻജോയ് ചെയ്ത്. ഇത് എന്റെ കോമഡി എന്താ, ഈ ഫുൾ ഇങ്ങനെ ഉള്ള ആക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ എന്നെ ഒരു തള്ളുമ്പോ ഞാൻ ആ ചുവറിന്റെ മുകളിൽ പോയിട്ട് വീഴുന്നുണ്ട്. അപ്പൊ അത് വീഴുമ്പോ കറക്റ്റ് ആയിട്ട് വീഴണം, അല്ലെങ്കിൽ തലയടിക്കും. അപ്പൊ ഞാനൊരു വിധത്തിൽ ആദ്യം ഈ ഷോൾഡർ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ വീഴണേ. അങ്ങനെ വീണ് കഴിഞ്ഞിട്ട് വിനീതൊക്കെ സൂപ്പർ ഹാപ്പി, അടിപൊളി ഗംഭീരായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഈ നീത്ത പോയിട്ട് ഈ ഷോട്ട് നോക്കി. ഈ ഷോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ എ റീടേക്ക്. ഞാൻ പറഞ്ഞു നിനക്കെന്താ പ്രാന്താണോ? അപ്പൊ അവൾ പറഞ്ഞു, അപ്പൊ വിനീത് ചോദിച്ചു എന്തിനാ, വൈ റീടേക്ക്? അപ്പം അവൾ പറഞ്ഞു സി ഷാൻ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ, ഇങ്ങനെയും പോണം. ഞാൻ പറഞ്ഞു ഇവൾക്ക് പ്രാന്താണ്. അപ്പൊ വിനീത് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, റീടേക്ക്. അങ്ങനെ ആ ഫുൾ സീൻ വീണ്ടും എടുത്തു. അപ്പൊ സിനിമാ വിശേഷങ്ങൾ കഴിഞ്ഞു, നമുക്ക് പാട്ടിലേക്ക് പോവാം. അടുത്തതായി ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മളുടെ സ്വന്തം ദേവ്നക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദേവ്. ദേവ്ന, എന്ത് തോന്നി പാടിയിട്ട്? നന്നായിരുന്നു തോന്നി. ചോദിക്കാം നമുക്ക്. ശരത് സർ, മോളെ നല്ല പാട്ട് കേട്ടോ. മോളെ തൊണ്ടയ്ക്ക് അടപ്പുണ്ടോ? അത് ഇങ്ങനാണോ? ചെറിയ അടപ്പെന്ന് പറഞ്ഞ ഈ ബന്ധിനൊക്കെ അടയ്ക്കുന്നോണോ? അടപ്പുണ്ട്. അത് പറ. അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മോളെ ഈ അതൊരു സിമ്പിളാന്ന് തോന്നുന്നു. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് മോക്ക് അനുപല്ലവയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് കൈവിട്ട് പോവുക, തെന്നി കളിക്കുക. എന്തു പറ്റി? ഞാൻ ചോദിക്കല്ലേ, പറയൂ. അല്ല മോളെ, അത് ഫീൽ ചെയ്തോ? മോക്ക് കൺട്രോളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മായപ്പൻ, യഥാർത്ഥമായിട്ട് മായപ്പന്മാൻ കണ്ടുകിട്ടാതെ ഓടിക്കളിക്കുന്നത് അത് ശരിയാക്കണം. അതുപോലെ പിന്നെ അനുപലയെ ഒന്ന് പാടാമോ മോളെ? അത് ജസ്റ്റ് അങ്ങോട്ട് വന്നേക്കണം. നീന എന്നാക്കി ഇട്ടുകളായിരുന്നു. അത് ആ ബെൻഡ് മോക്ക നമുക്ക് ഫീൽ ചെയ്യാമെങ്കിലും വേണം. കേൾവിക്കാരന് മോൾ ആ നോട്ടിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ തോന്നിപ്പിക്കണം. അവിടെ കൊണ്ടുവന്ന് നീനേ തീരീനീ അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങോട്ടാണ് ആ സഞ്ചാരപഥം എന്നൊന്ന് കാണിക്കുകയെങ്കിലും വേണം മോളെ. ഒന്ന് പാടാമോ? ആ ജസ്റ്റ് ബെൻഡ് അങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടാ. അതേ ഉള്ളു. പിന്നെ ഈ അനുപല്ലയുടെ സെക്കൻഡ് ഹാഫും കുറച്ച് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു മോക്കത് ഫീൽ ചെയ്തോ? എല്ലാം ഫീൽ ചെയ്തല്ലേ? അല്ല മോളെ, അത് ശരിയായിക്കണം കേട്ടോ. അത് ചിലര് എന്തിനാണ് ഈ കമ്പോസേഴ്സ് അങ്ങനെ ചില ഐറ്റങ്ങൾ വെക്കുന്നത്? അത് അവിടെ അങ്ങനെ ബെൻഡ് ചെയ്തില്ലെങ്കിൽ പാട്ടാവത്തില്ല എന്ന് ചോദിച്ചാൽ ഒരു കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആവത്തില്ല. അവർക്കത് വേണം. അങ്ങനൊന്നുമില്ല. ചില പാട്ടുകൾക്ക് ടങ് 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 ഒരു സന്തൂർ മാത്രം. അതെന്ത് രസമാണ്. ആ പാട്ടിനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്യും. അല്ലാതെ ജോൺസേട്ടൻ വയലിനിസ്റ്റ് അറിയാമോ മോക്ക്?
നിങ്ങൾക്കൊക്കെ ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് അറിയുമല്ലേ? അദ്ദേഹം വയലിനിസ്റ്റ് ആണ്. അപ്പോൾ ഒരു വയലിൻ റൺ സെറ്റ് ചെയ്യാൻ ജോൺസേട്ടന് അറിയാൻ കഴിഞ്ഞിട്ടാണ്. ചില പാട്ടുകൾ നമ്മൾ ഷാനെ ചില പാട്ട് അത് എനിക്ക് തോന്നുന്നത് ആ കമ്പോസർ ഒറിജിനൽ മെലഡി കമ്പോസ് ചെയ്തേക്കുന്ന കമ്പോസർ അല്ലാതെ ആരും അറേഞ്ചർ ചെയ്തതായിട്ട്. കാര്യം ആ പാട്ടും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു അമ്മായിയമ്മയും മരുമോളെയും പോലെ ഇരിക്കുന്നു അറേഞ്ച്മെൻറ്റും പാട്ടും. നീനായ കണ്ടോനാ ഇതാണ് പാട്ടെന്ന് ചോദിക്കും. ഇതല്ല പാട്ട്. ഇതെനിക്കിപ്പോൾ തോന്നി എന്തോരണം പാടുക. അത് വേറെ റെക്കോർഡ് ചെയ്ത് വെക്കാം. പേടിച്ചു പോയ പാട്ട് കേട്ടു. ആദ്യം ഒരു ചുമ്മാ ഒരു ഹാർപ്പിട്ടിട്ട് ആ മെലഡി ഉണ്ട്, അത് പാട്ട് പാടിയാൽ ചിലപ്പോൾ ഇത് ചെയ്തവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരണം ഏതാണ് മോളെ. അത് കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഔചിത്യമാണ്. അദ്ദേഹത്തിന് ഓർക്കസ്ട്ര കിട്ടാത്തോ അതൊന്നും അല്ല. ഇതിനിതാ വേണ്ടത്. ആഹാ അതാണ് ജോൺസേട്ടൻ. അത് മനസ്സിലാക്കുക. അപ്പം മോളെ ചില ഐറ്റങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ പാടണം. ഇവിടെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു ജോൺസേട്ടൻ കേട്ടോ. അതും ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ചക്കരെ നന്നായിട്ട് എൻ്റെ പണി മോളെ കുറച്ചുകൂടെ ശരിയാക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു ശരത് സാർ. വിജയ് ചേട്ടാ. ദേവന എത്ര വയസ്സായി? 11. അപ്പോൾ ദേവനൊക്കെ ഇനിയും ഞാൻ എപ്പോഴും പറയണത് 11 വയസ്സിലൊക്കെ ലൈക്ക് ഇവർ ഇത്രയും തന്നെ പാടുന്നതൊക്കെ വലിയ കാര്യമാണ്. ബിക്കോസ് കോമ്പറ്റീഷൻ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ജോൺസൺ മാഷ് പോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ പാട്ടുകളൊക്കെ ഇവർക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ യു ലേൺ സോ മച്ച്. ഇവരുടെയൊക്കെ ട്യൂണും ഇവരുടെ ആ കമ്പോസിഷനൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഈവൻ മലയാളത്തിൽ അത്രയും നല്ല പാട്ടുകളും അവരുടെ ലിറിക്സിൻ്റെ ബ്യൂട്ടി എല്ലാം നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ, ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ വരുമ്പം പഠിക്കാൻ പറ്റുന്നത് വലിയൊരു പ്ലസ് ആണ്. സോ വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാട്ടുകാർക്ക് ഏറ്റവും ഐ തിങ്ക് നമ്പർ 1 തിങ് ശ്രുതി. നമ്മുടെ വോയിസ് എന്നുള്ളത് ഓരോ ആൾക്കാർക്ക് ഇപ്പം ഒരു അമേസിങ് സിംഗറും കൂടെയാണ്, നോട്ട് ജസ്റ്റ് എ മ്യൂസിക് കമ്പോസർ മാത്രമല്ല. ആൻഡ് ഷാൻ അതുപോലെ തന്നെ പാടുകയും ചെയ്യും. ലൈക്ക് ഓൾ 3 of us ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വോയിസസ് അല്ലേ? ആർക്കും ഒരേ സിമിലർ വോയിസസ് അല്ല. ഇന്നയാളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കണം എന്ന് ആർക്കും പറയാനും പറ്റില്ല. മോളുടേതായ ഒരു പ്ലസ് ഉണ്ട്. മോളുടെ വോയിസിൻ്റെ ഒരു സർട്ടൻ ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഹസ്കിനെസ് ഉണ്ടാവും ചിലപ്പോൾ നാച്ചുറലായിട്ട്. അപ്പോൾ അത് ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതല്ലാണ്ട് ടെക്നിക്കലി ഈ പറയുന്ന പോലെ നമ്മുടെ ശ്രുതി അതൊക്കെ ആണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ ഫീൽ അത് നമ്മുടെ ഓരോ എക്സ്പീരിയൻസിന് അനുസരിച്ച് അത് കൂടത്തേ ഉള്ളൂ. സോ ശ്രുതി അപ്പോൾ ഈ പ്രായത്തിൽ എസ്പെഷ്യലി ജസ്റ്റ് ആ ശ്രുതി ബോക്സ് ഇട്ടിട്ട് അത് ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ മേർജ് ചെയ്ത് പാടാൻ നോക്കുക. ശരത് സാർ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ആ ലോങ് നോട്ട്സ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഡിഫറൻസ് അറിയാൻ പാടില്ല. അതിൽ യുനോ ലൈക്ക് യു ആൻഡ് ശ്രുതി ബോക്സ് ഇങ്ങനെ ഒന്നാവണം എന്നുള്ള പറയണ പോലെ. സോ അത് നിങ്ങൾ ഈ പ്രായത്തിൽ ഇഫ് യു റിയലി വോണ്ട് ബിക്കം എ സിംഗർ എന്നുള്ളതിനെ പറ്റിയാണ് പറയണത്. ഫണ്ണിനാണെങ്കിൽ ദെൻ യു ക്യാൻ ജസ്റ്റ് ഹാവ് ഫൺ. പക്ഷേ യു ക്യാൻ സ്റ്റിൽ ഹാവ് ഫൺ ബൈ എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. ഷാനിക്ക. ദേവന കുറച്ചുകൂടെ ശരിയാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാടി കേട്ടോ, പാടിയിട്ടില്ല എന്ന് പറയുന്നില്ല. ഈ ഒരു അടപ്പ് കാരണം ഉണ്ടായ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ മായ പൊന്മാനയുടെ ആ ഒരു താരിത്താരീരി അതുണ്ടല്ലോ, അത് ഡിഫൈൻ ചെയ്യണം ആ നോട്ട്. അത് വഴുതി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റേ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ബേസ് പോകുന്നത് അത് ടച്ച് ചെയ്തില്ല. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ നേരത്തെ ശരത്തേട്ടൻ കറക്റ്റ് ചെയ്ത ആ ഒരു സംഭവം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്ക് ചോദിക്കാം. യെസ് ശരത് സാർ. യെസ് മോള് ഇനി അടുത്തത് വെച്ച് അലക്കണം. എന്ന് അലക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8. താങ്ക് യു സർ. യെസ്, അപ്പൊ ടോട്ടൽ 15.5 മാർക്സ്. ഓക്കെ, ഇനി നമുക്ക് സെലിബ്രേഷൻ റൗണ്ട് ഉണ്ട്, തകർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാനിക്ക
ശരത് സർ, എന്തോ so much disturbance. Why? വിജയ് ചേട്ടാ. എന്നെന്തിനാ ഇതിൽ വലിച്ചു കയറ്റുന്നത്? അങ്ങനെയല്ല, ഞാൻ പോവാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല, ഞാൻ പോവാ. എപ്പിസോഡ് കഴിഞ്ഞു. Excuse me, guys. കഴിഞ്ഞോ? Yeah. You're done. Oh my God, congratulations. Congratulations to both of you. ഞാൻ പോട്ടെ. ബൈ ഗുഡ് നൈറ്റ്. ബൈ.